ഹായ് ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമ്മളെ പോത്തൂട്ടന്മാരഴിക്കാൻ വന്നതാണ്. ഇന്നിപ്പോൾ ഏറ്റ സമയമാണ്. അത്യാവശ്യം വെള്ളമുണ്ട്, എൻ്റെ മുട്ടോളം വെള്ളമുണ്ട്. ഈ ഇറങ്ങുന്നിടത്ത് മാത്രമേ ഉള്ളൂ ഇത്രയും വെള്ളം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് നോർമലി നടന്നു പോകാം. ചെളിയുണ്ട്. നമ്മളിതിൽ നിന്ന് ഈ ചെളിയിൽ എല്ലാ അണുക്കളൊക്കെ കയറാതിരിക്കാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് കാലേ തേക്കും. എത്ര ബൂട്ടിട്ടുകൊണ്ട് വന്നാലും ബൂട്ടിൻ്റെ ഉള്ളിലും വെള്ളം കയറും. പിന്നെ അത് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് കാരണമാണ് ഞാൻ ബൂട്ടത് എടുക്കാത്തത്. ഇതാണ് നമ്മുടെ പാടം. ഇവന്മാരെ കെട്ടറ എന്താ സംഭവം എന്ന് വെച്ചാൽ പുല്ലായിരുന്നു. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പുല്ലുണ്ടായിരുന്നേ. ഇവന്മാരെ കെട്ടിയും പിന്നെ വേറെ ഒരു ടീം കൊണ്ടുവന്ന് വേറെ പോത്തുകളൊക്കെ കെട്ടി ഇവിടുത്തെ പുല്ലൊക്കെ ഒരു ഒതുങ്ങി. പക്ഷെ എന്നാലും ഒരു മഴ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പുല്ല് വരും. ഒരുത്ത് നോക്കിക്കണണ്ട. പിന്നെ അതേ അടുത്തവൻ ചെല്ലണമല്ലോ. ഈ വെള്ളം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഈ ചെളി ഇങ്ങനെ കുറുകി കിടന്നിട്ട് നമുക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഇങ്ങനെ അടുത്തടുത്തേക്ക് ചെല്ലുക. ഇനി അഴിച്ചു വിട്ടാൽ വരത്തില്ല. ഒന്നാമത്തെ ഇത്രയും നേരം ഇല്ലാത്ത തീറ്റയായിരിക്കും ഇനി അങ്ങോട്ട് പുള്ളിക്ക്. രണ്ടുപേർക്കും അതെ, ഒരാൾക്കെന്നല്ല, രണ്ടുപേർക്കും പിന്നെ ഭയങ്കര തീറ്റയാണ്. സമയം എടുത്ത് പിന്നെ ഞാൻ കയ്യെ കാലെ പിടിച്ചിട്ട് വേണം തിരിച്ചുകൊണ്ട് വരാൻ. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഇതൊരു രസമാണല്ലോ. ഇടയ്ക്ക് ചെറിയ രണ്ട് പൊട്ടിയിലൊക്കെ കൊള്ളു കേട്ടോ. അപ്പം ചിലപ്പോൾ എവിടെ നിന്ന് എടുത്ത് വെച്ച് ഒറ്റ ഓട്ടോ ഓടും. ഓടിയിട്ട് അപ്പുറത്തെ പാടത്തേക്ക് ഓടിപ്പോവും. അങ്ങോട്ട് പോയിട്ട് പിന്നെ വരില്ല വിളിച്ച് കഴിഞ്ഞാൽ. പിന്നെ വടിയൊക്കെ എടുത്ത് കാണിക്കണം ഒന്ന് വന്നോക്കി. അതൊക്കെയാണ് അവസ്ഥ. തുള്ളങ്ങളുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ നടന്ന് അടുത്തേക്ക് എത്തണുള്ളൂ. വീട്ടിൽ നിന്ന് ഏകദേശം നമുക്ക് ഇങ്ങോട്ട് 5 മിനിറ്റ് നടത്തമുണ്ട് പാടത്തേക്ക്. പക്ഷേ പിന്നെ സേഫാണ് നമുക്കിവിടെ. ഇതുണ്ടോ ഞാൻ പറഞ്ഞത് ചെളിയാന്ന് ഞാൻ പറഞ്ഞല്ലേ. ശരിക്കും ഇത് ചെളിയല്ല, ഇത് നമ്മുടെ ഈ പുല്ല് ചീഞ്ഞിങ്ങനെ കിടക്കണയാണ്. എന്നിട്ട് അതിങ്ങനെ ഇത് പിടിച്ച് നടക്കുക, കട്ട പിടിച്ച് ചതുപ്പ് പോലെ. പിന്നെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചില ഭാഗത്ത് കിടക്കാൻ വേണ്ടി ഇങ്ങനെ കുഴി കുത്തിയിടും. അത് നമ്മളറിയാതെ പുല്ല് കഴിഞ്ഞാൽ നമ്മളതിൽ പോയി ചാടുമെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഒരു മുട്ടോളം വെള്ളം ഉണ്ടാവും. ഇത് കണ്ടോ, ഇപ്പം ഇതാവും കുത്തിയിട്ടാണ് ഒരു കുഴിയാണ് നമുക്ക് കിടക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതാണ് സമയം അധികമൊന്നും ആയിട്ടില്ലെന്നേ, ഒരു 5 മണി 5:30 ആയിട്ടുള്ളൂ. പക്ഷേ മഴക്കാറ് കാരണം നല്ല ഇരുട്ടങ്ങ് വെച്ചേക്കുക അത്യാവശ്യം. ഇതിപ്പോൾ ഞാൻ കാണിക്കണേ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. പുറത്ത് പോകുന്ന ടവർ കുറേ ഇതൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഇത് വേറെ നമ്മുടെ രണ്ടാമത്തെ. പിന്നെ ഇത് അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അവിടെ ആ പോസ്റ്റ് നിൽക്കണ പോലെ കണ്ടില്ലേ, അവിടെ നിന്ന് നമ്മൾ വന്നത്. ഇവൻ നൈസായിട്ട് ഇവന്മാരെ അങ്ങ് കൊണ്ടുപോകണം. ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ, നമുക്ക് ക്യാമറ ഞാൻ ഇതിലെടുക്കണം, മൊബൈലിലെടുക്കണേ. അത് കാരണം ചില സമയം ഫോക്കസ് കിട്ടും, ചില സമയം കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ഒരു കെണിയാണ്. ഞാൻ ഏതായാലും ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട് പറയാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഇവനെ എടുത്തതെന്ന് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞപ്പോൾ 6 മാസമായിട്ടുണ്ട്. പക്ഷെ ആൾ ചെറുതായിരുന്നു. ഇവന്മാരെ ഇത്താണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനൊക്കെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. മേത്ത് മുറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു, റീൽസിലിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയെടുത്ത് വന്നപ്പോൾ തന്നെ ഒരു 2 മാസം എടുത്തു. അപ്പോൾ ഒന്നും നമ്മൾ പാടത്തേക്ക് കിട്ടൂലായിരുന്നു. പിന്നെ പതിയെ പാടത്തേക്ക് ഇറക്കി. ആദ്യം ഇവന്മാരെ ഈ പുറത്തുനിന്ന് വന്നവന്മാരായതുകൊണ്ട് വെള്ളത്തിലിറങ്ങാൻ ഇവന്മാർക്ക് ഭയങ്കര പേടിയാണ്. പേടിയെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ആദ്യം ഇറങ്ങുമ്പോൾ ഇവന്മാർ വെള്ളം കാണുമ്പോഴേ ഓടും, പാടത്തേക്ക് ഇറങ്ങത്തില്ല. പിന്നെ പതിയെ ഇറങ്ങുള്ളൂ. അങ്ങനെ ഇറക്കി കൊണ്ടുതന്നെയാണ്. ഇതിപ്പോൾ രാവിലെ ഒരു കുളിപ്പീരൊക്കെ കഴിഞ്ഞേ, എന്നാലും ചെളിയായിരിക്കും. ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ അങ്ങ് മേലും ഫുള്ളവന്മാർ കഴുകും. നല്ലവണ്ണം കുറച്ച് നേരം ഒന്ന് മോട്ടർ പുരയുണ്ട്, നേരത്തെ കണ്ടിട്ടില്ലേ, അവിടെ കൊണ്ടിറച്ച് അങ്ങ് കഴിക്കും.
എന്നിട്ടാണ് ഇതാക്കണേ. ഏതായാലും ഞാൻ ഇനി അവന്മാരെ അഴിക്കാൻ നോക്കട്ടെ. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ.